ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ ചൊല്ലാം. ഈശോയെ ഈശോയെ അങ്ങയുടെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ആരാധനാ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും ഈശോയുടെ തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്ന ഈ ആരാധന വചന ശുശ്രൂഷ. ഈശോയുടെ തിരുമുഖം കണ്ട്, ഈശോയുടെ തിരുമൊഴി കേട്ട്, ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടന്ന്, ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിച്ച് ഈശോയുമായി ആഴത്തിൽ ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സൗഭാഗ്യ സമയമാണ് ഈ ശുശ്രൂഷയുടെ സമയം. നമുക്ക് കർത്താവിന് നന്ദി പറയാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുന്നത് ഒരു സൗഭാഗ്യമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ തിരുമുഖ ഭക്തിയെക്കുറിച്ച് ഈശോ ആവശ്യപ്പെട്ടത് അതൊരു പരിഹാരത്തിൻ്റെ ഭക്തിയായിട്ടാണ്. അതുപോലെ
നമ്മൾ തിരുമുഖം അന്വേഷിക്കുന്നവരായി തീരണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ കർത്താവിൻ്റെ കരമല്ല അന്വേഷിക്കുന്നത്, കർത്താവിൻ്റെ മുഖമാണ് അന്വേഷിക്കുന്നത്. കരം അന്വേഷിക്കുന്നവർ കേവലം അനുഗ്രഹം അന്വേഷിക്കുന്നവരാണ്. പക്ഷേ മുഖം അന്വേഷിക്കുന്നവർ ഈശോയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം അന്വേഷിക്കുന്നവരാണ്. ഈ തിരുമുഖ ഭക്തി നമ്മൾ ആഘോഷിക്കുന്നത് തിരുനാമം വിളിച്ചുകൊണ്ടാണ്. കാരണം ഒരു വ്യക്തിയുടെ നാമം സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ മുഖത്തെയാണ്. മുഖം ഈസ് ഈക്വൽ ടു നാമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തിരുമുഖ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് ഈശോയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. തിരുമുഖ ഭക്തിയും തിരുനാമ ഭക്തിയും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത് ഈശോയുടെ തിരുമുഖമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ഈശോയുടെ തിരുമുഖം, മനുഷ്യാവതാരം ചെയ്ത ഈശോയുടെ തിരുമുഖം, ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ള ഈശോയുടെ തിരുമുഖം, രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ രൂപാന്തരപ്പെട്ട ഈശോയുടെ തിരുമുഖം, കുർബാനയായി തീർന്ന ഈശോയുടെ തിരുമുഖം, പീഡാസഹനമേറ്റ ഈശോയുടെ തിരുമുഖം, ഉദ്ധിതനായ ഈശോയുടെ തിരുമുഖം, പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ആരാധ്യനായ ഈശോയുടെ തിരുമുഖം, കരുണാമയനായ ഈശോയുടെ തിരുമുഖം. നമ്മൾ ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ ഈ തിരുമുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. ഈശോയുടെ തിരുമുഖം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുഖം തന്നെയാണ്. ഈശോയുടെ മുഖമാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുഖം. ആ മുഖം തന്നെയാണ് തിരുവോസ്തിയിൽ തെളിഞ്ഞു നിൽക്കുന്ന തിരുമുഖം. ഈ ആരാധനയുടെ സമയമെന്ന് പറയുന്നത് ഈശോ നമ്മെ ആരാധിക്കാനായിട്ട് ക്ഷണിക്കുന്നത് തൻ്റെ തിരുമാറിൽ ചാഞ്ഞു കിടക്കാനുള്ള ഒരു ക്ഷണമാണ്. അന്ത്യത്താഴവേളയിൽ യോഹന്നാൻ ശ്ലീഹയ്ക്ക് ലഭിച്ച ആ ഒരു കൃപയുണ്ടല്ലോ, ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടക്കാനുള്ള ആ കൃപ തന്നെയാണ് ആരാധനയുടെ ഓരോ സമയത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഈ ആരാധനയുടെ ഓരോ എപ്പിസോഡിലും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്ന് തിരുനാമ ഭക്തി, രണ്ട് തിരുമുഖ ഭക്തി. അപ്പോൾ ഈ രണ്ട് ഭക്തികളുടെയും ഒരു പഠന പരമ്പര കൂടെ ആയിരിക്കും ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ ആഴത്തിൽ ഈശോയുമായി ബന്ധത്തിലായിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ഈശോയെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 4:6 നമ്മളിങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4:6, ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഈ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ 4:6 നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഈശോയെ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ മുഖം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഈശോ നമ്മെ തൻ്റെ മുഖകാന്തി കൊണ്ട് പ്രകാശിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 34:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന്. ഈശോയെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ, എത്രയധികമായി നോക്കിയിരിക്കുന്നുവോ അത്രയധികമായി നമ്മൾ പ്രകാശിതരായി മാറും. നമ്മൾ പ്രകാശിതരായി മാറുന്ന ഒരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്ന ഈ ശുശ്രൂഷ. പാപപരിഹാരത്തിൻ്റെ ഭക്തിയാണ് തിരുമുഖ ഭക്തി എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവനിഷേധം നടത്തി, ദൈവനിന്ദ നടത്തി ഒക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് തിരുമുഖ ഭക്തി. എങ്ങനെയാണത് പരിഹാരമായി മാറുന്നത്? നമ്മൾ ഈശോയുമായി ബന്ധത്തിലായിരിക്കുക എന്നതാണ്
ദൈവനിഷേധത്തിനും ദൈവദൂഷണത്തിനുമുള്ള പരിഹാരം. അച്ഛൻ ആവർത്തിക്കട്ടെ, നമ്മൾ ഈശോയുമായി ആഴത്തിൽ ബന്ധത്തിലായിരിക്കുക എന്നതാണ് ദൈവനിഷേധത്തിനും ദൈവദൂഷണത്തിനും വിശുദ്ധമായ ദിനങ്ങളുടെ അശുദ്ധമായ ആചരണത്തിനുമൊക്കെയുള്ള പരിഹാരമെന്ന് പറയുന്നത്. അപ്പോൾ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് ഈശോയുമായി ആഴത്തിൽ ബന്ധത്തിലായിരിക്കാൻ. എപ്രകാരമാണ് ഈ ബന്ധം നമ്മൾ ആഘോഷിക്കുന്നത്? ഈ ബന്ധം നമ്മൾ ആഘോഷിക്കുന്നത് ഈശോയെ എന്ന നാമം ആവർത്തിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഈശോ നമ്മോട് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യേശുനാമം എന്തും ലഭിക്കാനുള്ള ഒരു മാജിക്കൽ ഫോർമുലയല്ല. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതുവഴി നമ്മൾ യേശുവിനെ പിതാവിലേക്കുള്ള ഏകമാർഗവും ഏകമധ്യസ്ഥനുമായി അംഗീകരിക്കുകയാണ്. ഈശോയെന്ന് വിളിക്കുന്നവർ ചെയ്യുന്നത് ഈശോയാണ് പിതാവിലേക്കുള്ള ഏകമാർഗമെന്ന് അംഗീകരിക്കുന്നു, ഈശോയാണ് ഏകമധ്യസ്ഥനെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും വഴിയുമെന്ന്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഹല്ലേലൂയ. ഈശോയെന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഈ കാര്യമാണ്, ഈ സത്യമാണ് പ്രഖ്യാപിക്കുന്നത്. ഈശോയാണ് ഏകമാർഗം, പിതാവിലേക്കുള്ള ഏകമാർഗം, ദൈവിക ജീവനിൽ ലയിച്ചു ചേരാനുള്ള ഏകമാർഗം ഈശോയാണ്. രണ്ടാമതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 പത്രോസ്ലീഹ പറയുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് മധ്യസ്ഥം വഹിക്കുന്ന ഈശോയാണ് ഏക മധ്യസ്ഥനെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഈശോയെന്ന് വിളിക്കുന്നത് വഴി. അപ്പോൾ യേശു നാമം വിളിക്കുന്നത് വഴി ഇന്ന് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഈശോയെന്ന് വിളിക്കുന്നവർ ചെയ്യുന്നത്, ഈശോയാണ് പിതാവിലേക്കുള്ള ഏകമാർഗമെന്ന് വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. യേശു മാത്രമാണ് ഏക മധ്യസ്ഥനെന്ന് വിശ്വസിക്കുന്നു, ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു നാമത്തെ പാടി വാഴ്ത്തി പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. ഈശോയുടെ തിരുനാമത്തെ വാഴ്ത്തി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാം. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ശക്തമായൊരു അഭിഷേകം ഇപ്പോൾ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ ഈ ആരാധനയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് യേശുനാമത്തെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ, തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ അഭിഷേകം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വെളിപാടുകൾ, കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്നൊക്കെ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം. ഈശോയേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയേ, പിതാവിൻ്റെ മഹത്വമായ ഈശോയേ, നിത്യ വെളിച്ചത്തിൻ്റെ തെളിച്ചമായ ഈശോയേ, മഹത്വത്തിൻ്റെ രാജാവായ ഈശോയേ, കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് പാടാം. സുന്ദര സുരഭില നാമം, എത്ര സുന്ദര സുരഭില നാമം, സുന്ദര
സുരഭിലനാമം എത്ര സുന്ദര സുരഭിലനാമം സുന്ദര സുരഭിലനാമം എത്ര സുന്ദര സുരഭിലനാമം സുന്ദര സുരഭിലനാമം എത്ര സുന്ദര സുരഭിലനാമം യേശുനാമം സുന്ദരനാമം യേശുനാമം സുന്ദരനാമം യേശുനാമം സുന്ദരനാമം യേശുനാമം സുരഭിലനാമം യേശുനാമം സുരഭിലനാമം ഹല്ലേലൂയ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സൂര്യനായ ഈശോയേ, കന്യാമറിയത്തിന്റെ മകനായ ഈശോയേ, സർവശക്തനായ ദൈവമായ ഈശോയേ, സർവാധികാരവുമുള്ളവനായ ഈശോയേ, ഏറ്റവും ക്ഷമാശീലനായ ഈശോയേ, കരമടിച്ച് രക്ഷാദായകനാമം മോചനമരുളും നാമം രക്ഷാദായകനാമം മോചനമരുളും നാമം രക്ഷാദായകനാമം മോചനമരുളും നാമം രക്ഷാദായകനാമം മോചനമരുളും നാമം യേശുനാമം രക്ഷാദായകനാമം യേശുനാമം രക്ഷാദായകനാമം യേശുനാമം മോചനമരുളും നാമം യേശുനാമം മോചനമരുളും നാമം യേശുനാമം മോചനമരുളും നാമം യേശുനാമം മോചനമരുളും നാമം ഹല്ലേലൂയ ഹല്ലേലൂയ കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുനാമത്തിന്റെ യോഗ്യതകളാൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ശലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുസഭ മുഴുവനെയും ശുശ്രൂഷയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനുഷ്യകുലം മുഴുവന്റെയും പാപത്തിന്റെ പരിഹാരമായി അങ്ങയുടെ തിരുമുഖത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹയ്ക്ക് ആ തിരുവത്താഴമേശയിൽ അങ്ങയുടെ തിരുമാറിൽ കിടന്ന് വിശ്രമിക്കാൻ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം ആസ്വദിക്കാൻ, അങ്ങയുടെ തിരുമുഖ പ്രകാശത്താൽ പ്രകാശിതനാകാൻ അങ്ങ് കൃപ നൽകിയതുപോലെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഓരോ പ്രിയപ്പെട്ട മകനും മകൾക്കും കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ചൂടറിയുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സുഗന്ധം ആസ്വദിക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം കാണുവാൻ, ഹല്ലേലൂയ
ഹല്ലേലൂയ. കൃപ നൽകണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ നിന്ന് ഒഴുകുന്ന ആ ശോഭയാൽ ഞങ്ങൾ പ്രകാശിതരായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഇരുളകറ്റുന്ന തിരുമുഖ പ്രകാശമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഈശോയേ. ഏറ്റവും അനുസരണയുള്ളവനായ ഈശോയേ, വിനീതനും ശാന്തഹൃദയനുമായ ഈശോയേ, വിശുദ്ധിയുടെ സ്നേഹിതനായ ഈശോയേ, ഞങ്ങളുടെ സ്നേഹിതനായ ഈശോയേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയേ, ജീവന്റെ അധികാരിയായ ഈശോയേ. കരമടിച്ചോ? കാവൽ നിൽക്കും നാമം, നീരൊപ്പും നാമം, കാവൽ നിൽക്കും നാമം, കണ്ണീരൊപ്പും നാമം, കാവൽ നിൽക്കും നാമം, കണ്ണീരൊപ്പും നാമം, കാവൽ നിൽക്കും നാമം. യേശുനാമം കണ്ണീരൊപ്പും നാമം, യേശുനാമം കണ്ണീരൊപ്പും നാമം, യേശുനാമം കണ്ണീരൊപ്പും നാമം, യേശുനാമം കണ്ണീരൊപ്പും നാമം, യേശുനാമം കാവൽ നിൽക്കും നാമം, യേശുനാമം കാവൽ നിൽക്കും നാമം, യേശുനാമം കാവൽ നിൽക്കും നാമം, യേശുനാമം കാവൽ നിൽക്കും നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ആശീർവാദം നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്ക്, ഓരോ തുള്ളി രക്തത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. സാധിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്ന ശക്തമായ ഒരു അഭിഷേകത്തിന്റെ, ഒരു ആശീർവാദത്തിന്റെ സമയമാണ്. നിന്റെ കുടുംബം മുഴുവൻ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നീ വ്യാപരിക്കുന്ന ഇടങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിന്റെ തൊഴിൽ മേഖലകൾ, പഠന മേഖലകൾ, നീ സഞ്ചരിക്കുന്ന ഇടങ്ങൾ നിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയേ എന്ന് ഹൃദയം തുറന്ന്, അതരം തുറന്ന് വിളിച്ച് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, 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 ഈശോയേ,
ഉറക്കെ ശിരസ് തറയിൽ മുട്ടിച്ചു പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.